കേരളം കർഷകരെ മറന്നോ എന്ന ഫാർമർ ഫെസ്റ്റിൻ്റെ അന്വേഷണവുമായി ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോഴിക്കോടിൻ്റെ കാർഷിക ഗ്രാമമായ വെള്ളഞ്ഞൂരിലാണ്. ഇന്ന് നമ്മളുള്ളത് യഥാർത്ഥ കർഷകരുടെ മുമ്പിൽ തന്നെയാണ്. അവരോട് തന്നെ ചോദിക്കാം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. സാധാരണ ഇപ്പോൾ എത്ര കാലമായി കൃഷി തുടങ്ങിയിട്ട്? ഒരു 40 വർഷത്തോളം ഉണ്ടാവും. ഇപ്പം കൃഷിയിൽ ഇത്രയും കാലത്തൊരിതിൽ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോഴത്തെ കൂലിച്ചെലവ്, പിന്നെ വളത്തിൻ്റെ ഒക്കെ വില, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ സാധനത്തിന് നല്ല വില കിട്ടാത്ത പ്രശ്നങ്ങൾ, മാർക്കറ്റിങ് ചിലപ്പം വില കുറവ്. ഇപ്പം നിങ്ങൾ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? നമ്മൾ കുറേ ചെയ്യും, കുറേ സൊസൈറ്റി ഉണ്ട്, KCTV അങ്ങനത്തെ സ്ഥലത്ത് കൊടുക്കും. കുറേ പാർട്ടി നേരിട്ട് തന്നെ അങ്ങനെ എത്തിച്ച് കൊടുക്കും. ഒരുപാടുള്ള ഇതാണ്. അത് ശരി. പിന്നൊരു നിത്യത്തൊഴിൽ, ഒരു വരുമാനം എന്നുള്ളവർക്ക് വേറെ വെറുതെക്കുന്നല്ലോ. അല്ല, ഇതുവരെ എത്രയും കാലം കൃഷി ചെയ്തിട്ട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു കൃഷിയിലൂടെ? അങ്ങനെ ഒത്തുപോകുന്ന അത്രേ ഉള്ളൂ. നമ്മളെ അധ്വാനം തന്നെ അതിനെക്കൊണ്ട്, അല്ല കൂലിയും നിർത്ത് എടുപ്പിക്കാത്തതിനെ കൊണ്ട്, നമ്മളെ പണി തന്നെ അതിനെക്കൊണ്ട് കുറേ ആ ഒരു മെച്ചമുണ്ടാവും. മറ്റേ കൂലി എടുത്താലൊന്നും നോക്കൂല, 1000 രൂപ കൂലി കൊടുക്കണ്ടേ. ഇപ്പോൾ സാധാരണ മക്കളൊക്കെ മോളെ കല്യാണം കഴിഞ്ഞാണ്. ഒരാളും ഈ ഫീൽഡിൽ ആരെങ്കിലും ഉണ്ടോ? കൃഷി പഠിക്കാനോ ഓലൊക്കെ ഒന്നും വലിയ താല്പര്യമില്ല. ഇപ്പം കൃഷിയിൽ പുതിയ ആൾക്കാർ വരണ്ടേ? പുതിയ ആൾക്കാർ വരുന്നില്ല, അതാപ്പോൾ ഉള്ളതാണ്. ഇപ്പോൾ പഴയ തലമുറ കഴിഞ്ഞാൽ പിന്നെ കൃഷിയൊക്കെ പോകുമ്പോൾ വേറെ എന്നൊക്കെ വാങ്ങേണ്ടത്, പിന്നെ അങ്ങനെ തിന്നും. അതാണ് പ്രശ്നം. ആ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ സ്ഥലം ഉണ്ടായിട്ട് ഉണ്ടാക്കാൻ താല്പര്യക്കുറവ്, വെയിലുള്ളാനൊക്കെ മടിയാണ്. ചേട്ടാ പേരെന്താണ്? ദേവരാജൻ. ദേവരാജൻ അല്ലേ? ഇത് കൃഷി തന്നെയാണോ മെയിനായിട്ട് പണി? നാട്ടിൽ പണി. അതെ അല്ലേ? ഇവിടെ പൊതുവെ വാഴക്കൃഷി നിർത്തിയ സ്വന്തമായിട്ട് കൃഷി ഉണ്ടായിരുന്നു അല്ലേ? എന്താ നിർത്താനുള്ള കാരണം? ശരിക്കും കുറച്ച് സാമ്പത്തിക പ്രശ്നവും വാഴക്കൃഷി നശിക്കലും ഒക്കെ തുടങ്ങുന്നുണ്ട്. വെള്ളത്തിന്റെ പ്രശ്നം, രോഗങ്ങൾ, വാഴ മഞ്ഞളിപ്പ്, വണ്ട് തരപ്പ് അങ്ങനെയൊക്കെ വന്ന് ലാഭക്കുറവുണ്ട്. നിർത്തിയതാണ് അല്ലേ? അതെ. കുറെ പേര് കൃഷിയിൽ നിന്ന് ശരിക്കും നിർത്തി പോകുന്നുണ്ടോ? ഇവിടെ കുറെ ആൾ നിർത്തിയതാ. പിന്നെ ഇവിടെ ഈ പന്നീന്റെ പ്രശ്നം തന്നെ ഏറ്റവും കൂടുതൽ. വാഴ കുറയ്ക്കാനാവുന്നതും പൊട്ടിക്കും, അല്ലാണ്ട് പൊട്ടിക്കും. പറമ്പിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ നശിപ്പിക്കുക, അങ്ങനത്തെ പ്രശ്നമായോണ്ട് ഇപ്പം വീടിൻ്റെ അടുത്തൊക്കെ കൃഷി ചെയ്യുന്നൊക്കെ നിർത്തി. അല്ല, നമ്മളെ പണ്ട് കാലത്തൊന്നും ഇതേപോലെ പന്നി പ്രശ്നമൊന്നും വന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ട്? പന്നി മയിലൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്, എന്താ അറിയില്ല. കാടൊക്കെ നശിച്ചിട്ടാണോ മലയൊക്കെ ഒഴിച്ചു പോയിട്ടാണോ അറിയില്ല. കാലാവസ്ഥ ആദ്യതിനാര് ശരിക്കും കിട്ടില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നം. എന്നിട്ടും കൃഷി ചെയ്തു പോകുന്നുണ്ടല്ലേ? ഉണ്ടെങ്കിലും ഇപ്പം പറമ്പിൽ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ടാക്കും, വേറെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഉണ്ടാക്കൂല. ഒക്കെ ആദ്യം വാഴയൊക്കെ വെക്കണ്ടായി, ഒന്നുമില്ല. അത് ശരി. കിഴങ്ങ് തെങ്ങൊക്കെ പൊട്ടിക്കുന്നുണ്ട്, എല്ലാം പൊട്ടിക്കുന്നുണ്ട്. അത് ശരി. അതാണ് ഇപ്പം നേരിടുന്ന മെയിൻ പ്രശ്നം അല്ലേ? പിന്നെ ഇതിന്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അന്ന് ഞങ്ങളെ അങ്ങാടിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കലേന്, അല്ലാണ്ട് വേറെ ഒരു കൃഷിൻ്റെതായിട്ടൊന്നും ഇല്ലേന്. ഇപ്പം കൃഷി കൊണ്ട് ശരിക്കും ഒരു കർഷകന് ജീവിച്ച് പോകാൻ പറ്റുമോ? ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ജീവിച്ചു പോവാം. കർഷകൻ എന്നുള്ള നിലയിലൊരു സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി എനിക്ക് കിട്ടിയാലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ വിഷയം കൊണ്ടാണ് കൃഷി എന്തായാലും വിടൂല ജീവിതത്തിൽ. കൃഷി അവസാനം വരെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് മണ്ണിൽ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്.